നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പേരാണ് മാനസി ബുട്ടീക്കും. ആത്മഹത്യയോളം എത്തിയ ജീവിതത്തെ ആത്മവിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും ബലത്തിൽ വിജയിപ്പിച്ച കഥയാണ് മാനസിക്ക് പറയാനുള്ളത്. മാനസി ഇന്ന് വെറും ഒരു പേരോ വ്യക്തിയോ അല്ല, വസ്ത്രവിപണിയിലെ ഒരു ബ്രാൻഡാണ്. ഇന്നത്തെ ഈ നേട്ടത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ദാരിദ്ര്യം കൂട്ടുണ്ടായിരുന്ന പഠനകാലം, ഉമ്മയെന്ന കരുത്തിൽ നേടിയ വിദ്യാഭ്യാസം. മുന്നോട്ട് പഠിക്കാൻ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടായിരുന്നു. +1 ചേരാൻ എനിക്ക് സീറ്റൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. SLCക്ക് മാർക്കൊക്കെ കിട്ടി പോയെങ്കിലും നമുക്ക് ഫസ്റ്റ് ഗവൺമെൻറ് സ്കൂളിൽ കിട്ടിയിട്ടും ഫസ്റ്റ് ഒരു PTA ഒരു ഫണ്ട് കൊടുക്കണം. നമ്മൾ 1500 രൂപയായിരുന്നു ഫണ്ട്. അത് കൊടുക്കാൻ പൈസ ഇല്ലാതെ ഉമ്മച്ചി പലരോടും ചോദിച്ചു നടന്നു. പക്ഷെ ആരും കൊടുത്തില്ല. അവസാനം മുറ്റത്തെ മാവ് മുറിച്ച് വിറ്റാണ് എന്നെ +1 ചേർത്തിട്ടുള്ളത്. ലൈഫിലെ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് ചോദിച്ചാൽ ഉമ്മച്ചിനോട്. നടത്തി വന്ന ഹോസ്റ്റൽ കോവിഡ് സമയത്ത് അടച്ചുപൂട്ടി. എന്തു ചെയ്യണമെന്നറിയാത്ത ദിനങ്ങൾ. കോണ്ടന്റ് റൈറ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൊറോണ വരുന്നത്. അതുവരെ ലൈഫിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ കാര്യങ്ങളും നശിച്ചു പോയൊരു കാലഘട്ടമായിരുന്നു. അതായത് ആത്മഹത്യയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാലഘട്ടം, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ നമുക്ക് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മരിക്കാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചെടുത്ത് നിന്നാണ് ഞാൻ ഇന്നിപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. 2021 വാടക വീട്ടിൽ നിത്യച്ചെലവിനു വേണ്ടിയാണ് വസ്ത്രവിൽപ്പന ആരംഭിച്ചത്. കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ല. സുഹൃത്തുക്കൾ നൽകിയ സഹായവുമായാണ് തുടക്കം. പിന്നെ കഠിനാധ്വാനമായി. പരാജയപ്പെടാൻ തയ്യാറല്ലെന്ന നിശ്ചയദാർഢ്യമാണ് മാനസി ബൂട്ടിക്. പരാജയം ഭയന്ന് ഇഷ്ടപ്പെട്ടതെല്ലാം മാറ്റിവെച്ച് ജീവിക്കുന്നവരോട് മാനസിക്ക് പറയാനുള്ളത് ഇതാണ്. ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, നമുക്കൊരു പാഷനുണ്ട്, അതിന് പുറകെ പോകാൻ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിൽ ആവും, പക്ഷെ ട്രൈ ചെയ്യാം. ഇന്ന് സിനിമാ താരങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിലും ഇന്ത്യയിലും പുറത്തും മാനസി ബൂട്ടിക്കിലെ വസ്ത്രങ്ങൾ എത്തുന്നുണ്ട്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സ്വന്തം നിലയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. മാനസി എന്ത് സ്ട്രോങ് ആയിട്ടാണ് ഇതുപോലെ ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ആളാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ മാനസി ബൊട്ടിക്കിന്ന് ഞാൻ സാരി വാങ്ങിയിട്ടുണ്ട്. അടിപൊളി സാരി ആയിരുന്നു. അപ്പോൾ മാനസിയെ നമുക്ക് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ സംസാരം, കാഴ്ചപ്പാടുകളൊക്കെ അടിപൊളിയാണ്. പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത്. ഈ പഠിക്കണ സമയത്ത് കാശില്ലാതെ ഉമ്മിച്ച് ചെയ്തത് വീട്ടിന് മുന്നിലെ മാവ് മുറിച്ച് വിറ്റ് കിട്ടിയ കാശ് കൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ ജീവിതം നല്ലോണം അറിഞ്ഞിട്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകും ധൈര്യത്തോടെ. നമ്മളൊക്കെ ഉണ്ട് കൂടെ. നമ്മളും ഇനി ചിലപ്പോൾ മാനസികമായിരിക്കും കോസ്റ്റ്യൂംസ് എടുക്കുക. കാരണം വേറൊന്നുമില്ല, ഒരു കോസിന് വേണ്ടി ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതുപോലെ ആ ഉമ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്.